നമ്മുടെ മെത്രാന്മാർക്ക് അവരുടെ സംരക്ഷണത്തിന് കീഴെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല ഇടയന്മാർ ആകുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നതാണ് ഈ വീഡിയോയിലെ അന്വേഷണം. ഇടയന്മാരാണോ അതോ കൂലിവേലക്കാരാണോ? ഇത് യേശു ഉയർത്തിയ ചോദ്യമാകയാൽ സാന്ദർഭികമായി ഇപ്പോഴത്തെ അവസ്ഥയുടെ വെളിച്ചത്തിൽ അത് പരിഗണിക്കുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അസ്ഥാനത്താകുകയില്ല എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ചില വാക്കുകൾ നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ വിഷയം ഏവരുമൊക്കെ വിശ്ലേഷണം ചെയ്യാമെന്ന് കരുതുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 11, 12, 13 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടുന്നു. ഡൽഹിയിലോട്ട് ഓടും, അല്ലെങ്കിൽ RSS കേന്ദ്രങ്ങളിലോട്ട് ഓടും, അല്ലെങ്കിൽ കേരളത്തിലെവിടെയെങ്കിലുമുള്ള BJP ആസ്ഥാനത്തോട്ട് ഓടും, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ, ഇടതായിക്കോട്ടെ വലതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മോൺസൺ മാവുങ്കലിൻ്റെ അടുത്തേക്ക് ഓടും. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമാകുന്നു. ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഇതാണ് യേശു നൽകുന്ന ഒരു മാനദണ്ഡം. നമുക്കിനിയും ഈ അടുത്ത കാലത്ത്, അതായത് ക്രിസ്മസ് കാലഘട്ടത്തിൽ ഭാരതത്തിൽ അവിടെയും ഇവിടെയും, കൊച്ചു കേരളത്തിൽ പോലും പാവപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവരുടെ ആരാധന അലങ്കോലപ്പെടുത്തുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ചില മെത്രാന്മാർ ഇറങ്ങി വന്ന് അവരുടേതായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക്. ഇപ്പോൾ സാബു ചെറിയാൻ എന്ന് പറയുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യകേരള ഡയസസിന്റെ ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യം, പിന്നെ അതിനേക്കാൾ വലിയ ഉയരത്തിലിരിക്കുന്ന ഒരു തിരുമനസിന്റെ വാക്ക്, അതുകൂടെ കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നേരെ എതിരായ ഒരു കാര്യമാണ്. അവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി നാഗ്പൂരിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 12 വർഷമായി അവർ ചെയ്യുന്നത് കുഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസം ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളുകളുണ്ട്, വയോജനങ്ങളായവർ, അവർക്ക് ലിറ്ററസി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നഴ്സറി സ്കൂളുകൾ അവിടെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഗ്രാമങ്ങളിൽ അവരൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയ. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ക്രൈസ്തവ മിഷണറിമാരുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ അധികമായി നടന്നു എന്നതിന്റെ തെളിവാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വളർച്ചകൾ. ഗവൺമെന്റ് എല്ലാ മേഖലയിലും ചെന്നെത്താൻ സാധിക്കും. ഇത് തിരുമനസ് ഉണർത്തിക്കുന്നത് ശരിയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ക്രിസ്ത്യൻ പാസ്റ്റർ, അത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പുരോഹിതൻ, തീർച്ചയായും സ്തുത്യർഹമായ സേവനമാണ് ചെയ്യുന്നത്. പക്ഷേ അത് നോക്കി കൈയടിക്കാനല്ല അവിടെ ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു, അവരിപ്പോൾ തടങ്കലിലാണ് എന്ന ഒരു സാഹചര്യത്തോട് ഇദ്ദേഹം പ്രതികരിക്കാൻ. ഇനിയും ഒരു ഇന്ത്യയിലെ ഏറ്റവും പരിശുദ്ധനായ ഉടലോടെ സ്വർഗത്തിൽ പോകുന്ന ഒരു തിരുമേനിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. मुझे ना रात में बिल्कुल ही नींद नहीं आती. सब कहते हैं गुड नाइट और मैं ആരാധനകൾക്കും എതിരായി നടത്തുന്നതായ ആക്രമണങ്ങൾ
തികച്ചും അപലപനീയമാണ്. മതേതര രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആരാധിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും അനുവാദം ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതാണ്. അതിന്റെ ഉറപ്പ് എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ മതന്യൂനപക്ഷങ്ങളെന്നോ ഭൂരിപക്ഷങ്ങളെന്നോ അതിന് വ്യത്യാസമില്ല. എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആരായിരുന്നാലും ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഒത്താശ നൽകുന്ന ഏത് ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം ഭരണഘടനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളാണ്. അത് ബോധ്യമായിക്കൊണ്ട് അദ്ദേഹം ഭരണഘടനയ്ക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്തിന് അപമാനമായി തീരുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പൊ നിങ്ങൾ അവസാനമായി കേട്ടത് ഭാരതത്തിന്റെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി പോലും വളരെ ബഹുമാനത്തോടും ഭയഭീതിയോടും കേൾക്കുന്ന കാതുകൊടുക്കുന്ന ഒരു സ്വരമാണ്. ഓർത്തഡോക്സ് സഭയിലെ ബാബ തിരുമേനിയുടെ സ്വരമാണ്. അത് ഭയഭക്തിയോടുകൂടെ അല്ലാതെ എന്നെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, ശ്രവിക്കാൻ സാധ്യമാകുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ പേര് മാത്യൂസ് തൃതീയൻ, അല്ലെങ്കിൽ ശുദ്ധമലയാളത്തിൽ പറഞ്ഞാൽ മത്തായി മൂന്നാമൻ എന്നാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അപ്പോൾ ഈ രണ്ട് ബിഷപ്പന്മാരും പിന്നെ അനേക ബിഷപ്പന്മാരും, രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ പറയുന്നു എന്നത്. അപ്പോൾ ഈ ബിഷപ്പന്മാരെല്ലാം ഭാരതത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നു. അത് മതേതര ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, നീതിക്ക് വിരുദ്ധമാണ്. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാർ ഇതിനെ തടയേണ്ടതാണ്, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകളെ നമുക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനാണ്. ക്രിസ്ത്യാനികളിവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണോ? ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നത് ഇവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. കഴിഞ്ഞ 35 വർഷം ഇവർ ഉറങ്ങുകയായിരുന്നു. എന്തറിഞ്ഞിട്ടാണ് രാഷ്ട്രീയ തന്ത്രം എന്ന വിധത്തിൽ അക്രമം പ്രവർത്തിക്കുന്നവരുടെ കാല് പിടിക്കാനും മുഖസ്തുതി പറയാനും ഇങ്ങനെയുള്ളവർ ഇറങ്ങി തിരിച്ചത് എന്ന് ന്യായമായും നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പം ഏതായാലും എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പ്രധാനമായും ക്രിസ്ത്യ വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളുണ്ട്. അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി ചിന്തിക്കണമെന്നത് യേശു താല്പര്യപ്പെടുന്നതാണ് എന്നത് വളരെ വ്യക്തമാണെന്നത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ഞാൻ സ്പഷ്ടമാക്കാൻ താല്പര്യപ്പെടുകയാണ്. യേശുവിൻ്റെ പഠിപ്പീരുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അത് വെളിച്ചമാണ്. യാതൊരു സംശയവും വെളിച്ചം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഒന്നുകിൽ ഇവർ ആട്ടിടയന്മാരാണ്, അല്ലെങ്കിൽ കൂലിക്കാരാണ്. എന്നാണ് നല്ല ഇടയൻ, ഒന്നിൽ നല്ല ഇടയൻ അല്ലെങ്കിൽ കൂലിക്കാരൻ. ഇതിലേതാണ്? ഇപ്പോൾ ആടുകൾക്ക്, തങ്ങളുടെ കുഞ്ഞാടുകൾക്ക് അപകടം വരുന്നു എന്നതാണല്ലോ രോദനം. അങ്ങനെ മൈക്കിന്റെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ വന്ന് രോദനം നടത്തുന്ന ഈ വിശുദ്ധന്മാർ അങ്ങനെ രോദനം നടത്തിയെന്ന് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ ശത്രുക്കളായി കാണുന്ന ആളുകൾ, നേതാക്കന്മാരും അവരുടെ അനുയായികളും അതിന് പുല്ലുവില കൽപ്പിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ അനേക വർഷങ്ങളുടെ ഇവരുടെ പ്രവൃത്തി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും സ്വാർത്ഥ നിറഞ്ഞ ഈ മാമാങ്കങ്ങൾ കൊണ്ടും ഇവർ അങ്ങനെയുള്ള ആളുകളുടെ കണ്ണിൽ ഇവരോടുണ്ടായിരുന്ന ബഹുമാനം 100% നശിപ്പിച്ചവരാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയോടോ ഒരു പ്രസ്ഥാനത്തോടോ ചേർന്ന് നിന്ന് അവരുടെ അനീതി നിറഞ്ഞ അജണ്ടകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അതിന് വളം വെച്ചു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാനായിട്ട് സംഘപരിവാർ ശ്രമിക്കുന്നു. അത് അവിടെ രാഷ്ട്രീയമായ താല്പര്യമാണ്, അജണ്ടയാണ്. അപ്പൊ അതിനോടുകൂടെ ചേർന്ന് സംഘപരിവാറിന്റെ അജണ്ട ഒന്ന് മിനുക്കി കൊടുത്താൽ ഞങ്ങൾക്കിവിടെ
തൊലിയിൽ പോറലേക്കാതെ കഴിയാം എന്ന ഒരേ ഒരു കണക്കുകൂട്ടലിലല്ലേ നമ്മുടെ മെത്രാന്മാർ ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് 3-4 വർഷങ്ങളിലായി ഇസ്ലാമോഫോബിയ എന്ന വിഷം ഇവിടെ തുപ്പാൻ തുടങ്ങിയത്. അങ്ങനെ വലിയ സാമർഥ്യത്തോടെ ഈ പാവാടയിട്ട് നടക്കുന്ന ആളുകൾ പ്രവർത്തിക്കുമ്പോൾ സംഘപരിവാറിന്റെ കണ്ണിൽ നിങ്ങൾ വെറും കാടിയാണ്, നിങ്ങൾ വെറും കൂതറകളാണ്, അവർ നിങ്ങളെ ബഹുമാനിക്കുകയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടായാൽ നിങ്ങളത് 100% നശിപ്പിച്ചു. ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ അല്പം പോലും മാറ്റം വരുത്തിയിട്ടില്ല, ഒരിക്കലും വരുത്തുകയുമില്ല എന്ന് കട്ടായം പറയുന്ന ആളുകളോട് ക്രിസ്മസ് വരുമ്പോൾ അവിടെ കേക്ക് നക്കാൻ പോവുകയും അവർ നൽകുന്ന സദ്യ നോക്കി എമ്പൊക്കെ വിട്ടുകൊണ്ട് വെളിയിൽ വരികയും പിന്നെ ഈ പരിപാടി കാണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തിലേക്കും അപഹാസ്യരാണ്, ആരും നിങ്ങളുടെ ഈ ജൽപ്പനങ്ങൾ ശ്രദ്ധിക്കുകയില്ല, അതിന് ഒരു കൊച്ചു കാശിന്റെ വിലയില്ല, നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്, ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് സംഘപരിവാറിലുള്ള ആൾക്കറിയാം. എനിക്ക് അതിലെ പല ആളുകളുമായി പരിചയമുണ്ടായിരുന്നു, ഇപ്പോഴില്ല, പണ്ട് പരിചയമുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മുടെ അവസ്ഥ അറിയാം, അവർക്കെല്ലാം അറിയാം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവരുടെ ബിഷപ്പന്മാർ അവരുടെ ആളുകളെ കരുതുന്നവരല്ല എന്ന് അവർക്ക് നന്നേ അറിയാം. ആ ധാരണ ഈ അടുത്ത കാലത്ത് കൂടുതൽ ശക്തിപ്പെടുത്തക്കവണ്ണം മാത്രമേ നമ്മുടെ തിരുമേനിമാർ അവരുടെ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളൂ എന്നതിന് യാതൊരു സംശയമില്ല. ഇനിയും നമുക്ക് രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആത്മീയത മാത്രം പറയാം. നമ്മുടെ മെത്രാന്മാർ അവരുടെ കുഞ്ഞാടുകളെ കരുതുന്നുണ്ടോ? അപ്പോൾ അവരുടെ കുഞ്ഞാടുകൾക്കെതിരെ ക്രൂരത പ്രയോഗിക്കപ്പെടുന്നു എന്നതാണല്ലോ ഈ മഹാന്മാരുടെ ഇപ്പോഴത്തെ പരാതി. അതും ക്യാമറയുടെ ഉപയോഗിക്കുമ്പോൾ മാത്രം. ക്യാമറ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പാട്ട് പാടും. എനിക്ക് ഈ ജീവിക്കുന്ന വിശുദ്ധന്മാരോട് പറയാനുള്ളത്, ഒരു വിശ്വാസ സമൂഹത്തോട് ക്രൂരത കാണിക്കുന്നു എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏറ്റവും അടിസ്ഥാന വിഷയമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സമൂഹത്തിൽ, ക്രിസ്തീയ സമൂഹത്തിൽ കരുതലിൻ്റെ സംസ്കാരം, കരുതലിൻ്റെ ആത്മാവ് നശിച്ചുപോയി എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രമാണം. ഞാൻ നിങ്ങളെ കർത്തൃനാമത്തിൽ അഭിസംബോധന ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അഭിസംബോധന ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ജനത്തെ നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരായി, നല്ല ഇടയൻ്റെ പിൻഗാമികളായി അജപാല ശുശ്രൂഷ നടത്തും എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഒരു വാചാലമായി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? എങ്ങനെയാണ് ഒരു കരുതലിൻ്റെ ആത്മീയ പ്രസരിപ്പുള്ള ഒരു കരുതലിൻ്റെ സംസ്കാരം നമ്മുടെ ഇടയിൽ പ്രാവർത്തികമാക്കേണ്ടതിനെ പറ്റി ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെ ചില കാര്യങ്ങൾ ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, കരുതലിൻ്റെ സംസ്കാരം എന്താണെന്ന് നമ്മുടെ മെത്രാന്മാർക്കോ നമ്മുടെ കർത്തനാരന്മാർക്കോ വിശ്വാസികളായ പാവപ്പെട്ട നമ്മളെപ്പോലുള്ള ആൾക്കോ മനസ്സിലാകണമെങ്കിൽ ഒരു പ്രയാസവുമില്ല. യേശുവിനെ ശ്രദ്ധിച്ചാൽ മതി. യേശുവാണ് നമ്മുടെ മാതൃക. നാം യേശുവിനെ പറ്റി പറയുമ്പോൾ, ഓർക്കുമ്പോൾ വളരെ ലളിതമാണ്. അവൻ പഠിപ്പിച്ചു, അവൻ സൗഖ്യമാക്കി, അവൻ കഷ്ടം സഹിച്ചു. ഈ 3 കാര്യം ഓർത്താൽ മതിയല്ലോ. എനിക്ക് നമ്മുടെ മെത്രാനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ആടുകളെ ആത്മീകമായി അഭ്യസിപ്പിക്കുന്നതിൽ, ഉത്ബോധിപ്പിക്കുന്നതിൽ അവരുടെ ആത്മീകമായ കണ്ണു തുറക്കേണ്ടതിന് എന്ത് സഹായമാണ്, എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത്? നിങ്ങൾ ധരിച്ചു നടക്കുകയല്ലേ? എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ കയറി നിരങ്ങണം, എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ കയറി മൂളണം. ജനങ്ങളെ ആത്മീകമായി ഉദ്ബോധിപ്പിക്കുന്ന, അവരുടെ ഉള്ളിൽ ആത്മീയമായ പരിജ്ഞാനം വളർന്നു വരത്തക്കവണ്ണം എന്തെങ്കിലും ഒരു സംഭാവന ഞാൻ മുഖാന്തരം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആരെങ്കിലും കാംക്ഷിക്കുന്നുണ്ടോ, താല്പര്യപ്പെടുന്നുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ തയ്യാറാക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ വളരുന്നുണ്ടോ?
അതോ ഈ വേഷം കെട്ട് നടക്കുകയാണോ? നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും വല്ല പ്രയോജനമുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു യുവാവ്, ആ യുവാവിൻ്റെ മതജീവിതത്തിൽ തന്നെയുള്ള ജടിലമായ പല ചോദ്യങ്ങളും ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അനേകായിരം യുവാക്കന്മാരെ യുവതിയുവാക്കന്മാരെ എനിക്കറിയാം. അവരിൽ ആരെങ്കിലും അവരുടെ വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ച് അവർ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സംശയങ്ങളോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ അതൃപ്തികളോ നിങ്ങളെ ആരെങ്കിലും ഒന്ന് അറിയിക്കുമോ? നിങ്ങളോട് ചോദിക്കുമോ, തിരുമേനിയെ ഇതൊന്ന് വിശദീകരിച്ച് തരാമോ, കർത്താവേ ഇതൊന്ന് വിശദീകരിച്ച് തരാമെന്ന് പറയും? ആരും വരില്ല നിങ്ങളുടെ അടുത്ത്. കാരണം ഈ കാലത്ത് അനേകം ആളുകൾ എന്നോട് പറയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ മെത്രാന്മാരോടോ ഞങ്ങളുടെ കർത്താന്മാരോടോ ഉന്നയിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ഇതിനെപ്പറ്റി എട്ടും പൊട്ടും അറിയില്ല എന്നാണ് എന്നോട് ബന്ധപ്പെടുന്ന എല്ലാവരും എന്നോട് പറയുന്നത്. അത് സത്യമുണ്ടോ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു തിരുമേനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്തായിരിക്കണം? സത്യവിശ്വാസം എന്താണ്, അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ ആഴത്തിൽ ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഒരു തിരുമേനിയുടെ അടിസ്ഥാന കടമ. അത് മാത്രമേ അവർ ചെയ്യുകയില്ല, ഒക്കെ എല്ലായിടത്തും കറങ്ങി നടക്കും. അപ്പൊ നിങ്ങൾ ജനത്തെ കരുതുന്നില്ല എന്നതിൻ്റെ ആദ്യത്തെ തെളിവ് അവരുടെ ആന്തരിക ശക്തിയുടെ ഏക പ്രമാണമായ അവരുടെ വിശ്വാസ സംബന്ധമായ സംഗതികളെ നിങ്ങൾക്ക് താല്പര്യമില്ല, അത് അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സമയവുമില്ല, താല്പര്യവുമില്ല. അപ്പൊ നിങ്ങൾ ജനത്തെ കരുതുന്നുണ്ടോ ഇല്ലയോ എന്നത് ജനങ്ങൾക്ക് സ്പഷ്ടമാണ്. രണ്ടാമതായിട്ട് യേശു സൗഖ്യമാക്കി. യേശു ജനങ്ങളെ സൗഖ്യമാക്കിയെങ്കിൽ അപ്രകാരമുള്ളൊരു ആത്മീയമായ വ്യക്തിത്വം പ്രാപിച്ചിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സൗഖ്യം പ്രമാണിച്ചു വരുമോ? അതിൻ്റെ ഉത്തരവുണ്ട്. എവിടെയാണ്? ആളുകൾ ഇങ്ങനെ ഓടി പരതി നടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു കള്ളപ്രവാചകനോ ഒരു കള്ള വിശ്വാസ എന്താ പറയുന്നത് രോഗശാന്തി ക്രുക്കോ തെമ്മാടിയോ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ജനങ്ങളെ കളിപ്പിച്ച് അവരുടെ പോക്കറ്റ് അടിച്ച് അവരെ കുപ്പിയിലിറക്കിയിരിക്കുന്ന ഈ കള്ളന്മാരുടെ പുറകെ നിങ്ങളുടെ കുഞ്ഞാടുകൾ ഓടി നടക്കുകയാണ്. കാരണം എന്താണ്? നിങ്ങളുടെ അടുത്ത് വന്നാൽ ആ മറ്റ് കള്ളന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പിണ്ണാക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല. എന്തുകൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്? നിങ്ങൾ ചിന്തിക്കണം. പിന്നെ യേശു തൻ്റെ ജനത്തെ സ്നേഹിച്ചത് കൊണ്ട് അവർക്ക് വേണ്ടി മരിച്ചു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളോ? നിങ്ങളുടെ തൊലി സംരക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ആളുകളെ അപകടത്തിലാക്കുന്നവരല്ലേ നിങ്ങൾ? അതുകൊണ്ടല്ലേ ഈ സംഘപരിവാറിന്റെ കാലും പിടിച്ചു നക്കി നിങ്ങളുടെ ജനത്തെ എക്കാലത്തും വെറുക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ചരിത്രം മാത്രമുള്ള ആളുകളുടെ കാല് നക്കി നിങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂറ് ജനത്തോടാണോ ദൈവത്തോടാണോ അതോ നിങ്ങളുടെ തൊലി പോറാതിരിക്കാനുള്ള തത്രപ്പാടിലാണോ നിങ്ങൾ? അങ്ങനെയുള്ള നിങ്ങളെ ആര് നമ്പാനാണ്? ആര് വിശ്വസിക്കാനാണ്? ആര് നിങ്ങളെ നിങ്ങളുടെ വാക്ക് ആര് കേൾക്കാനാണ്? അതുപോലെ തന്നെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജനത്തെ കരുതുന്നുവെങ്കിൽ അവരുടെ ജീവിത അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനും ആ അവസ്ഥയിൽ അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ശുശ്രൂഷ എന്താണെന്നും നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കും. നമുക്കറിയാം, ഇപ്പോൾ ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ വളരെ ഭീതിയിലും ഭാവിയെ പറ്റിയുള്ള വലിയ ഭയത്തിലുമൊക്കെയാണ്. ഭാവി എന്തായിത്തീരും. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെയധികം ആന്തരികമായ ആത്മീയ ബലം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ഉപരിപ്ലവമായ മതപരമായ ചില കടങ്കഥകൾ കൊണ്ടോ പഴഞ്ചൻ ആശയങ്ങൾ കൊണ്ടോ അവർക്ക് യാതൊരു പ്രയോജനവുമില്ല. പ്രയാസങ്ങളുടെയും പീഡനത്തിൻ്റെയും മധ്യത്തിൽ ജനം പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ആന്തരികമായ ബലവും ആഴവും ഉണ്ടാകണം. അതുണ്ടാകത്തക്കവണ്ണം എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ തയ്യാറെടുക്കുകയോ അതെങ്ങനെയാണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്ത ആളുകളല്ലേ നിങ്ങൾ? അതിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് അറിയാൻ വയ്യാത്തത്? ജനങ്ങളെ കരുതാത്തത് കൊണ്ടല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വന്ന് ഞങ്ങളുടെ ആളുകളെ തുടരരുത്, പിച്ചരുത്, അവിടെ നേരെ തുപ്പരുത് എന്നൊക്കെ നിങ്ങൾ പറയുന്നതിനകത്ത് വല്ല ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജനങ്ങളെ കരുതുന്നു എന്നതിൻ്റെ ഒരു നല്ല തെളിവായിരിക്കേണ്ടത്
ഇന്നത്തെ സാഹചര്യത്തിന് പ്രസക്തമായ വിധത്തിലുള്ള ഒരു അജപാല ശുശ്രൂഷ രൂപീകരിക്കുക, ടു ഇവോൾവ് എ കോണ്ടെക്സ്ച്വലി റെലവൻറ്റ് മിനിസ്ട്രി. അതുണ്ടോ? നമ്മുടെ പഴഞ്ചൻ തുണിയിട്ട് അലക്കുകയല്ല ഇപ്പോഴും. ജനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അത് നേടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? നിങ്ങൾക്കത് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ? താല്പര്യം വരണമെങ്കിൽ ജനങ്ങളെ കരുതണം. ആ കരുതലില്ലാത്തടത്തോളം കാലം നിങ്ങൾ ഈ മാമൂലും പിടിച്ചുകൊണ്ട് നടക്കുകയല്ലാതെ പിന്നെ പാവപ്പെട്ടവൻ്റെ മേക്കിട്ട് കയറി അവനെ ഭരിക്കുക, അവനെ പേടിപ്പിക്കുക, കഴിയുന്നിടത്ത് അച്ഛന്മാരായിട്ട് കുത്തുക, അച്ഛന്മാരെ താഴോട്ട് കുത്തുക, ഈ പരിപാടിയല്ലാതെ നിങ്ങളുടെ ജനത്തോട് കാണിക്കുന്ന ക്രൂരത വളരെ വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നിട്ടാണ് സംഘപരിവാർ അങ്ങനെ ചെയ്യരുത്, ഞങ്ങളോട് ഭരണകർത്താക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും ചിരിക്കും എന്ന് ദയവായി മനസ്സിലാക്കാം. പിന്നെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജനത്തെ കരുതുന്നുവെങ്കിൽ നിങ്ങൾ സത്യത്തെ ഉയർത്തിപ്പിടിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ പറ്റാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. യേശു എന്തുകൊണ്ട് ഈ കരുതലിൻ്റെ മാതൃക പ്രസ്താവിച്ചു എന്ന് മാത്രമല്ല പാലിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? അത് യേശുവിൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. സത്യത്തെ തുച്ഛീകരിക്കുന്ന, സത്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു സഭയ്ക്കോ ജനങ്ങളെ കരുതുവാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അറിയത്തില്ലായിരിക്കും. അറിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നാടകം കളിച്ച് നടക്കത്തില്ലല്ലോ. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ വേണ്ടത് ദയവായി ഈ കപടഭക്തിയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അല്പം സത്യസന്ധത കൂടെ ഈ മതജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണക്കൊതി ആദ്യമേ ഉപേക്ഷിക്കണം. ഒരു പുരോഹിതൻ മെത്രാനാകുന്നത് പണക്കൊതി കൊണ്ടും ആഡംബര ജീവിതത്തോടുള്ള ആസക്തി കൊണ്ടുമാണ് എന്നറിയാൻ വയ്യാത്ത ആരും കേരളത്തിൻ്റെ മണ്ണിലില്ല. അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കാൻ കാലമായി. നാം വളരെ വലിയ ദുർഘടമേറിയൊരവസ്ഥയിലേക്ക് കടക്കുകയാണ്. സാഹചര്യവും സന്ദർഭവും തിരിച്ചറിയുക. ഇപ്പോഴുള്ള വെല്ലുവിളികൾ, നാളെ വരാൻ പോകുന്ന അതിഭീകരമായ വെല്ലുവിളികൾ, അവയെ അഭിമുഖീകരിക്കത്തക്കവണ്ണം ജനത്തെ സജ്ജീകരിക്കേണ്ട പരിപാവനമായ ചരിത്രപരമായ ഐതിഹാസികമായ ചുമതലയാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഏതെങ്കിലും വിധത്തിൽ ഒരു 10% പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സത്യത്തോട് ഒരു പ്രതിപത്തി ഉണ്ടാകുക. സത്യം വിലമതിക്കേണ്ടതാണ്. യേശുവിൻ്റെ പേരിൽ നടക്കുന്ന ഞങ്ങൾ സത്യത്തെ ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് എന്ന ഒരു ധാരണ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, സംഘപരിവാർ നിങ്ങളെ ഭയക്കും. നിങ്ങൾ ഇന്ന് അവരുടെ കാലിലൊക്കെ നടക്കുന്നതിന് പകരം അവർ നിങ്ങളെ ബഹുമാനിക്കും. കേരളത്തിലെ മെത്രാന്മാർ സത്യത്തോട് സമർപ്പണമുള്ളവരാണ്, സത്യത്തോട് വിധേയത്വം പാലിക്കുന്നവരാണ്. അവർ സത്യത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് ഒരു വാക്ക് പറയുകയോ ഒരു നിലപാട് സ്വീകരിക്കുകയോ ഒരു തന്ത്രം മെടയുകയോ ചെയ്യത്തില്ല എന്ന് എപ്പോൾ സംഘപരിവാറിലെ ആളുകൾക്ക് മനസ്സിലാകുന്നു, അപ്പോൾ അവർ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. യാതൊരു സംശയവും വേണ്ട. എൻ്റെ മനസ്സിൽ യാതൊരു സംശയമില്ല. യേശു പൊന്തിയോസ് പിലാത്തോസിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ അനന്തമായ അധികാരം നുരഞ്ഞ് പതയുന്ന സിംഹാസനത്തിലിരിക്കുന്ന പൊന്തിയോസ് പിലാത്തോസ് വിറച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ സത്യമായതുകൊണ്ടാണ്. ആ സത്യത്തിൻ്റെ ശക്തി, സത്യത്തിൻ്റെ വീര്യവും അറിയുവാൻ നിങ്ങൾക്കിടയായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയ മാമാങ്കം കളിച്ചുകൊണ്ട് തികച്ചും അവിഹിതമായ വിധത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ട കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യത്തക്കവണ്ണം വർഗീയ വിഷം തുപ്പിക്കൊണ്ട് നടന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആയുധമെടുക്കുന്നത്, അല്ലെ അവരെ അപമാനിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇക്കണോമിക് ബോയ്ക്കോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഏതെല്ലാം വിധത്തിൽ അപമാനിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ട് വലിയ ഭക്തിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടന്നിട്ട് നിങ്ങളെ കൊണ്ടത് ചെയ്യിച്ച ആളുകളുടെ കണ്ണിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ 100% കളഞ്ഞു കൊടുച്ചു വെച്ച് ഇപ്പോൾ അവർ നിങ്ങളുടെ ആടുകളെ തൊഴിക്കുമ്പോൾ
നിങ്ങൾക്കിങ്ങനെ മോങ്ങാനായിട്ട് എന്താണ് അവകാശം, എന്താണ് യോഗ്യത? അല്ല, അറിയാൻ ചോദിക്കുക. ഞാനിങ്ങനെ പറയുന്നത് ദയവായി കണ്ണു തുറക്കണം. നിങ്ങളോട് ഒരു വിധത്തിലും വ്യക്തിപരമായ ഒരു അതൃപ്തി ഉണ്ടായിട്ടല്ല, ഒരു ജനത്തിന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പറയുകയാണ്. നിങ്ങൾക്ക് വളരെ വളരെ സ്തുത്യർഹമായ സേവനം നടത്താൻ കഴിയും. നിങ്ങൾക്ക് ചരിത്രം മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ട് പോകാൻ കഴിയും. അതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് കുരങ്ങന്റെ കൈ കെട്ടിയ പൂമാല പോലെ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജനത്തിനും കൂടുതൽ കൂടുതൽ അപകടം വരുത്തുവാൻ മാത്രം സാധിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ട് ആ അപകടം അവിടെ തലയിൽ വന്ന് വീഴുമ്പോൾ ആ മാറി നിന്നുകൊണ്ട് എൻ്റെ ജനത്തോട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജനങ്ങളെയും കളിയാക്കുകയാണ്, അവരുടെ ശത്രുക്കളെയും കളിയാക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ അപമാനിക്കുകയാണ്. ഇത് ദയവായി മനസ്സിലാക്കുക. ഒരേ ഒരു ചോദ്യം യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ചോദിച്ചത് നിർത്താം. യേശു നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ആടുകളുടെ ഇടയന്മാരാണോ അതോ കൂലിക്കാരാണോ? ഇത് യേശുവിൻ്റെ വാക്കുകൾ മാത്രമാണ്. ദയവായി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് ആടിൻ്റെ ഇടയനാകണമോ അല്ല നിങ്ങൾക്ക് കൂലിക്കാരാകണമോ? അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇത് സംബന്ധമായി നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ചാണ് നിങ്ങളുടെ ജനവും നിങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ വിലമതിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചവിട്ടി മെതിക്കപ്പെടുവാൻ പോകുന്നത്. നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അത്ര നല്ലതല്ല, വളരെ മോശമാകാൻ പോകുന്നു. അപകടം ദൂരെയല്ല എന്നറിഞ്ഞ് ആ കൊടുങ്കാറ്റിൻ്റെ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ, ഒരു ജനത്തെ ശക്തീകരിക്കാൻ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം ഇനി അങ്ങോട്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് ഒരു ശുശ്രൂഷ, ഒരു മിനിസ്ട്രി ആവിഷ്കരിക്കുകയും ചെയ്യണമെന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സൽബുദ്ധി തരുമാറാകട്ടെ. ആമേൻ, ആമേൻ.